വിനോദ്, നോക്കൂ, ഇനിയെങ്കിലും താങ്കൾ ഈ തലയോട്ടികളുടെയും അതുപോലെ അസ്ഥിമഞ്ജരങ്ങളുടെയും കണക്കെടുക്കാതെ ധർമ്മസ്ഥല ജാതി മത വർഗ വർണ്ണ ചിന്തകൾക്ക് അതീതമായി എത്ര മനുഷ്യത്വപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ള കണക്ക് പറയും. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു റിപ്പോർട്ട് താങ്കൾ ഇതുവരെ കൊടുത്തിട്ടുണ്ടോ? അതല്ലേ ചെയ്യേണ്ടത്? ഇനിയെങ്കിലും ഒരു 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 സനാതനധർമ്മം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സ്ഥാപനത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ താങ്കളും പരോക്ഷമായെങ്കിലും പങ്ക് ചേർന്നിട്ടുണ്ട് എന്ന് താങ്കൾക്ക് തോന്നില്ല? താങ്കൾക്ക് കുറ്റബോധമൊന്നും ഇല്ലേ ശ്രീ വിനോദ് മേക്കോത്ത്? തീർച്ചയായിട്ടും ഞാൻ 2 വട്ടം സന്ദർശിച്ച ഒരു ആരാധനാലയമാണ് ധർമ്മസ്ഥല. എനിക്ക് 2 വട്ടം സന്ദർശിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ക്ഷേത്രാരാധനയുമായി ബന്ധപ്പെട്ട് വിശ്വാസമുള്ള ആയതുകൊണ്ടാണല്ലോ അങ്ങനെ പോയിട്ടുണ്ടാവുക. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ മഹത്വം നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ മുകളിൽ പതിച്ച കരിനിഴൽ മായ്ച്ചു കളയണമെന്ന ആഗ്രഹമുള്ളൊരു ഭക്തനാണ് ഞാൻ. അതിനെ സംബന്ധിച്ചൊരു ഡിവോട്ടിയാണ് ഞാൻ. അപ്പോൾ അത്തരത്തിലൊരു ആക്ഷേപം അതിനെ സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്കാണ് ഞാൻ പറയുന്നത്, അത് മായ്ച്ചു കളയേണ്ടത് അവിടെ ആ ആരാധനാലയത്തെ ഭക്തിപൂർവം കാണുന്ന ഏതൊരു വിശ്വാസിയുടെയും ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം എനിക്കുമുണ്ട്. ഇവിടെ അതല്ല പ്രശ്നം. ഞാൻ ഒരു ചെറിയ പാരഗ്രാഫ്, ഒരു ചെറിയ റിപ്പോർട്ട് ഞാൻ വായിക്കാം. എന്തുകൊണ്ട് ഞാൻ ഇതിൽ ഇടപെട്ടു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ കേരളത്തിൽ ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി എന്നതൊരു വലിയ ചോദ്യമാണ്. പല ചർച്ചകളിലും അനിൽ നമ്പ്യാർ ചോദിച്ച ചോദ്യമാണ്. ഒരൊറ്റ ചെറിയ പാരഗ്രാഫ് ഞാൻ വായിക്കാം. A staggering 43,272 females, including girls, had gone missing in Kerala from 2016 to 2021, and 40,450, that is 93% of them, were tracked down. The National Crime Records Bureau, note the point, National Crime Record Bureau NCRB has said in its flagship report Crime in India 2029, as many as 2,822. അത് ഭാഗിച്ചു പറയുന്നുണ്ട് 2,449 women and 373 girls of them are yet to be tracked. അഡ്വക്കേറ്റ് ശ്രീകാന്ത് ഒരു അഭിഭാഷകനാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഈ റിപ്പോർട്ട് ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്ന നമുക്കറിയില്ല അനിൽജി, നമുക്കറിയില്ല അത് സിറിയയിലേക്കാണോ പോയത്, അഫ്ഗാനിസ്ഥാനിലേക്കാണോ പോയത്, ധർമ്മസ്ഥലയിലേക്കാണോ പോയത് എന്നൊന്നും നമുക്കറിയില്ല. ഇതിൽ നമുക്കറിയില്ലല്ലോ. ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ. ആരുടെ കീഴിലുള്ളതാ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ? കോൺഗ്രസ് ഗവൺമെന്റിന്റെ കീഴിലുള്ളതല്ല. ഞാൻ നിങ്ങളാരും സംസാരിക്കുമ്പോൾ നാഷണൽ ക്രൈം please maintain the level playing field. Please maintain the level playing field in the discussion. ഞാൻ നിങ്ങളാരും സംസാരിക്കുമ്പോൾ ഇടപെട്ടില്ലല്ലോ. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ്. അവരുടെ കണക്കിനെ താങ്കൾ എങ്ങനെയാണ് ധർമ്മസ്ഥലയായിട്ട് കണക്ട് ചെയ്യുന്നത്? ഇത്തരത്തിൽ കേരളത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ നിങ്ങളെന്തിനാണ് ഇത്തരത്തിൽ എന്നെ ഈ തരത്തിൽ 3-4 പേർ കൂടി ഇടപെടുന്നത്? ഞാൻ പറഞ്ഞു വരുന്നേ ഉള്ളൂ. അപ്പൊ അത്തരത്തിൽ ആളുകൾ മിസ്സിംഗ് ആയിട്ടുള്ള കേരളത്തിൽ നിന്ന് അല്ല, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ആരുടെ കീഴിലാണ് അനിൽജി? കോൺഗ്രസ് ഗവൺമെന്റിന്റെ കീഴിലാണ്. നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കുന്നത് റിപ്പോർട്ടാണ് ഞാൻ വായിച്ചത്. ഇന്ത്യൻ എക്സ്പ്രസ് പത്രം അത് കോൺഗ്രസിന്റേതാണോ? ക്രൈം റെക്കോർഡ്സ് ഞാനൊരു കാര്യം പറയട്ടെ, വിവരത്തിനുള്ള അകത്ത് നിന്നുകൊണ്ട് ഞാൻ പറയാം. സെൻട്രൽ ക്രൈം റെക്കോർഡ്സ് ഓഫ് ബ്യൂറോ കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ്, ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലാണ്. അവർ ഈ കണക്ക് പറഞ്ഞു. എന്റെ ചോദ്യം, ഈ 40,000 മിസ്സിംഗ് ആയിട്ടുള്ള കേരളത്തിൽ നിന്ന് മിസ്സിംഗ് ആയിട്ടുള്ള ആളുകളൊക്കെ, സ്ത്രീകളൊക്കെ ധർമ്മസ്ഥലയിൽ അവിടെ കൊല്ലപ്പെട്ടു എന്നാണ് താങ്കൾ കണക്ട് ചെയ്തുകൊണ്ട് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്? അതാ ഞാൻ പറഞ്ഞ റബ്ബിഷാണ്, ബാലിശമാണ്. 40,000 പേര് അവിടെ പോയി നിന്ന് കൊടുക്കുകയായിരുന്നോ ബലാത്സംഗത്തിന്?
10 പേർ പോയില്ല എന്നെങ്ങനെ അനിൽജി പറയൂ? അനിൽജി പറഞ്ഞിട്ടുണ്ടല്ലോ, സിറിയയിലേക്ക് പോയിട്ടുണ്ട്, ആട് മേയ്ക്കാൻ പോയിട്ടുണ്ട്, അഫ്ഗാനിസ്ഥാനിലേക്ക് പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? ധർമ്മസ്ഥലയിൽ പോയി 10 പേർ ധർമ്മസ്ഥലയിലേക്ക് പോയിട്ടില്ല എന്ന് എങ്ങനെ അനിൽജിക്ക് പറയാൻ പറ്റും? സിറിയയിൽ പോയ കാര്യം തെളിയിച്ചല്ലോ. എവിടെ കണക്ക്? സിറിയയിൽ പോയ കാര്യം തെളിയിച്ചല്ലോ. അവിടെ ഉണ്ടല്ലോ അഫ്ഗാനിസ്ഥാൻ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കാണ് ഞാൻ പറഞ്ഞത്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് ചോദിക്കുന്നത്. നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ആരാധനാലയവുമായിട്ട് കണക്ട് ചെയ്യോ? നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ആരാധനാലയവുമായിട്ട് കണക്ട് ചെയ്യോ? നിങ്ങളെ ഞാൻ കണക്ട് ചെയ്യാം. നിങ്ങൾ ഏതെങ്കിലും ഒരു ചർച്ചുമായിട്ട് കണക്ട് ചെയ്യോ? നിങ്ങൾക്ക് അതിനുള്ള ധൈര്യം ചെയ്യല്ലേ? ശ്രീ വിനോദ്, താങ്കളുടെ നാവ് എവിടെയായിരുന്നു? കേരളത്തിൽ നിന്ന് ഈ കാലയളവിൽ മതസ്ഥാപനങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരായിട്ട് ആരോപണങ്ങൾ വന്നപ്പോ താങ്കള് ഒരു അക്ഷരം മിണ്ടില്ലല്ലോ, ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഇല്ലാത്ത കഥ പറഞ്ഞിട്ടാണല്ലോ നിങ്ങൾ ധർമ്മസ്ഥലയിലേക്ക് പോകുന്നത്. ഇവിടെ 12 കൊല്ലമായല്ലോ ഈ രാജ്യം ഭരിക്കുന്നു നരേന്ദ്രമോദി. 12 കൊല്ലമായല്ലോ ഈ രാജ്യത്തിന്റെ ആഭ്യന്തര നിങ്ങളുടെ കയ്യിലെല്ലാം നിങ്ങളുടെ കയ്യിൽ ഈ 40,000 സ്ത്രീകളെ ആരന്വേഷിക്കണം? എന്ത് ആരാണ് അന്വേഷിക്കേണ്ടത്? നിങ്ങളുടെ കോൺഗ്രസ് ഭരിച്ചു. CBI ഉണ്ട്, NIA ഉണ്ട്. നിങ്ങൾ അന്വേഷിക്കുന്നേ, കണ്ടെത്ത്. അന്വേഷിക്കും, കണ്ടെത്തും. എന്റെ ചോദ്യം ആ പറഞ്ഞ നാക്കുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചർച്ചിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോസ്കിനെയോ പറഞ്ഞല്ലോ. നിങ്ങൾ ഇവിടെ ഈ കാലയളവിൽ അനിൽജി ഞാൻ പറയാം ചെറിയ ഞാൻ കണക്ട് ചെയ്യാം. നിങ്ങൾ എനിക്ക് അവസരം തരൂ. നിങ്ങൾ അപ്പോഴേക്കും എല്ലാവരും ചാടി വീണ് ബഹളം ഉണ്ടാക്കല്ല. ഞാൻ പറയട്ടെ, ഈ പശ്ചാത്തലത്തിലാണ് ആക്ഷൻ കമ്മിറ്റിയെ സംബന്ധിച്ചുള്ള ക്ലാരിഫിക്കേഷൻ ആണ്. ഈ പശ്ചാത്തലത്തിലാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഈ കാലയളവിൽ നടന്ന മാൻ മിസ്സിംഗ് കേസുകളുടെ പശ്ചാത്തലത്തിലാണ് അവിടെ ചിന്നയ്യയുടെ വെളിപ്പെടുത്തൽ വരുന്നു. കേരള സാരിയുടുത്ത് മലയാളികളായിട്ടുള്ള പെൺകുട്ടികളെ, യുവതികളെ അവിടെ അടക്കം ചെയ്തവരുടെ കൂട്ടത്തിലുണ്ട് എന്നത്. അപ്പൊ അത് അന്വേഷിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജെന്യൂൻ ആയിട്ടുള്ള ആവശ്യമാണ്. ആ ആവശ്യത്തിന് പുറത്ത് സംസ്ഥാന ഗവൺമെന്റ് ഉൾപ്പെടെ ഇവിടുത്തെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇടപെട്ട് അന്വേഷിക്കണമെന്ന ആവശ്യവുമായി ഞങ്ങൾ മുഖ്യമന്ത്രിയെ സമീപിച്ചിട്ടുണ്ട്. ഒരു മതപ്രഭാഷകൻ അതിനെന്താ ഒരു വലിയ പാരമ്പര്യമുള്ള സ്ഥലം. മതപ്രഭാഷകൻ അദ്ദേഹം കൊല്ലപ്പെട്ടിട്ട് എത്ര നാളുകളായി? ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി കിട്ടിയോ എന്നുള്ള കാര്യത്തിലൊക്കെ സംശയം അവശേഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മരണത്തിൽ ഒരു അന്വേഷണം ആവശ്യപ്പെട്ട് വിനോദ് മേക്കോത്തിലെ മാധ്യമ പ്രവർത്തകൻ ആരെങ്കിലും സമീപിച്ചിരുന്നോ സാർ? അന്നൊരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നോ? നിങ്ങൾ രൂപീകരിക്കില്ല. ആരാണ് അന്വേഷിക്കുന്നത് അനിൽജി? ആ തിരോധാനം ആരാണ് അന്വേഷിക്കുന്നത്? ആരാണ് അന്വേഷിക്കുന്നത്? അന്വേഷിച്ചോട്ടെ. നിങ്ങളൊരു CBI എന്തേ ചോദ്യം ചെയ്യാത്തത്? എന്തേ പുറത്തു കൊണ്ടുവരാൻ പറ്റാത്തത്? അത് കഴിവുകേടാണ് പറയണ്ടേ. അത് കഴിവുകേടാണെന്ന് പറയണ്ടേ. തിരോധാനം സംസ്ഥാന പോലീസാണോ? സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനാണ് ഇന്ന് BJP അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്നവർ. അവരാണ് അതിന് ഉത്തരവാദികൾ. അതുകൊണ്ട് ചർച്ച ചെയ്യാൻ മറ്റൊരവസരത്തിലാകട്ടെ. ഞാൻ ഇതിലേക്ക് വരാം. നിങ്ങൾ ചർച്ച ഡൈവേർട്ട് ചെയ്യരുത്. നിങ്ങൾ ചർച്ച ഡൈവേർട്ട് ചെയ്യുന്നത് നിങ്ങൾ സെൻട്രൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊക്കെ സമയത്ത് നടന്ന കാര്യമാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. അതൊന്നും ഇതിലേക്ക് വലിച്ചിഴക്കല്ലേ അനിൽജി. ഞാൻ ഇവിടെ പറയാം. ഇപ്പൊ ഇവിടെ ശ്രീകാന്ത് പറഞ്ഞു, അഡ്വക്കേറ്റ് ശ്രീകാന്ത് പറഞ്ഞു, എന്താ ഇക്കാര്യത്തിൽ ഒക്കെ പരിശോധിക്കാം. അതൊക്കെ റെഡിയാ, അതിനൊക്കെ സമയമുണ്ട്, അതൊക്കെ പരിശോധിക്കാം. ഇവിടെ അഡ്വക്കേറ്റ് ശ്രീകാന്ത് പറഞ്ഞു BJPയുടെ കാര്യത്തിലുള്ള നിലപാടെന്താ? BY വിജയേന്ദ്ര എന്ന് പറയുന്ന ഒരാളെ അറിയോ ശ്രീകാന്ത് ജി? അറിയോങ്കിലും ഒന്ന് പറയണം. ആരാണ് BY വിജയേന്ദ്ര എന്ന് പറയുന്ന ആളാരാ? പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ശ്രീകാന്ത് ജി പറയൂ. ആരാണത്? എന്നാ ഞാൻ പറയാം. താങ്കൾക്ക് അറിയാതിരിക്കില്ല. പിന്നെ വക്താവാണല്ലോ.
ഓക്കെ, അല്ല ഞാൻ പറയാം, BY വിജയേന്ദ്ര എന്ന് പറയുന്നത് യെദ്യൂരപ്പയുടെ മകനാണ്. ഇപ്പോൾ കർണാടകയിലെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. ഞാൻ പറയാം, അദ്ദേഹം ജസ്റ്റ് പിന്നെ സൗജന്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് പോയി എല്ലാ 12-13 വർഷമായി ബന്ധപ്പെട്ട ചർച്ചയിൽ അവർ നടത്തുന്ന കേസ്, അതിനെ സംബന്ധിച്ച് ശ്രീകാന്ത് ഉൾപ്പെടെ അനിൽജി ഉൾപ്പെടെ ഇപ്പൊ ഇവിടെ ചന്ദ്രേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തുന്നത് പോലുള്ള ആക്ഷേപം ഈ പറയുന്ന സൗജന്യയുടെ ആക്ഷൻ കമ്മിറ്റിക്കെതിരെ 13 കൊല്ലം നടത്തി BJP കർണാടകയിൽ. അവസാനം വിജയേന്ദ്രയുടെ നേതൃത്വത്തിലുള്ള നേതൃത്വ സംഘം, BJPയുടെ നേതൃസംഘം ഈ സൗജന്യയുടെ അമ്മയെ പോയി കണ്ട് നിങ്ങൾ നടത്തുന്ന പോരാട്ടത്തിന് ഞങ്ങൾ നിയമപരമായ പിന്തുണ തരുന്നു എന്ന് പറഞ്ഞു. ആ അമ്മ പറഞ്ഞത് എന്താണെന്നറിയോ ശ്രീകാന്ത് ജി? നിങ്ങൾ 13 കൊല്ലം ഞങ്ങളെ അപമാനിച്ചു, ഞങ്ങളുടെ മകളുടെ ശവം വെച്ച് ഞങ്ങൾ പണമുണ്ടാക്കുകയാണെന്ന് ആക്ഷേപിച്ചു, എന്നിട്ടിപ്പോൾ നിങ്ങൾ വന്നിരിക്കുകയാണോ ഞങ്ങൾക്ക് നിയമപരമായ പോരാട്ടത്തിന് പിന്തുണയുമായി എന്ന അമ്മ തിരിച്ചു വിജയേന്ദ്രയോട് ചോദിച്ചു. അതാണ് BJPയുടെ ഈ കേസുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ 13 കൊല്ലത്തെ ചരിത്രം. ഈ കാര്യത്തിൽ ആരാ മഹേഷ് ഷെട്ടി തിമരടി എന്നറിയോ? ആരാണ് ജയന്ത് എന്നറിയോ? ആരാണ് ഗിരീഷ് ഭട്ട് എന്ന് പറഞ്ഞറിയോ? ഇവരെല്ലാവരും ജസ്റ്റിസ് ഫോർ സൗജന്യ എന്ന് പറയുന്ന ആ ആക്ഷൻ കമ്മിറ്റിയുടെ നേതാക്കളാണ്. ഞാൻ ഈ മഹേഷ് ഷെട്ടിയെ കാണാൻ പോയി. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രസംഗിച്ചുകൊണ്ട് പോകല്ല. 13 കൊല്ലത്തിന് ശേഷം 12 വർഷമായിട്ട് അല്ലല്ലോ, ഞാൻ ഈ അനുഭവമാണ് പറയുന്നത്. 13 കൊല്ലത്തിന് ശേഷം വിജയേന്ദ്ര പോവാണ്. 13 കൊല്ലത്തിന് ശേഷം സൗജന്യയുടെ അമ്മയെ കാണാൻ വിജയേന്ദ്ര പോകുന്നു. വിനോദ് മേക്കോത്ത് ഇതൊക്കെ പാടി പതിഞ്ഞതാണെന്ന് അവസരം ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. 13 വർഷത്തിന് ശേഷം BJPയുടെ നേതാവ് വിജയേന്ദ്ര കുടുംബത്തിനൊപ്പമാണ് എന്നും അതിലൊരു ആക്ഷേപമില്ല. എനിക്ക് സൗജന്യയുടെ കേസിൽ BJPയുടെ നേതാവ് അതിന് മറുപടി പറയട്ടെ. BJPയുടെ നേതാവ് അതിന് മറുപടി പറയണല്ലോ. എന്തുകൊണ്ട് പോയി 13 കൊല്ലത്തിന് ശേഷം? എന്തുകൊണ്ട് പോയി 13 കൊല്ലത്തിന് ശേഷം വിജയേന്ദ്ര പോയി സൗജന്യയുടെ അമ്മയെ കാണാൻ കാണുകയെന്ന് പറയാൻ? അവരോട് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, അതൊക്കെ മറന്നേക്കോ, ഇനി ഞങ്ങൾ ഒപ്പമുണ്ട് എന്ന് പറയാൻ എന്തുകൊണ്ട് വിജയേന്ദ്ര പോയി? BJPയുടെ നേതാക്കൾ മറുപടി പറയണം.